ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാഗിനെ കുറിച്ചാണ്. അതായത് ഫേസ് ടാഗിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് HTML ഉപയോഗിക്കുന്നത് പ്രത്യേക ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഒട്ടനവധി ഫേസ് ടാഗുകൾ ഇന്ന് HTML വരുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് ഇതിൻ്റെ മുമ്പ് ചെയ്ത പല ഫോർമാറ്റിംഗ് ടാഗ് എന്ന സെക്ഷനിൽ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ഫേസ് ടാഗുകൾ വരുന്നുണ്ട്. അത് ഓരോന്ന് ഏതാണെന്നും എങ്ങനെയാണെന്നും നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് തുടർന്ന് നോക്കാം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന 2 ഫേസ് ടാഗുകളെ കുറിച്ചാണ്. ഫേസ് ടാഗ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞു. അത് HTML ഉപയോഗിക്കുന്നത് പല പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതായത് സാധാരണ നമ്മൾ ടാഗിൽ നിന്നും കൊടുക്കുന്നതിന് വ്യത്യസ്തമായി പ്രത്യേകം ചില കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഫേസ് ടാഗ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് 2 ഫേസ് ടാഗുകളെ കുറിച്ചാണ്. ഒന്നാമത് അബ്രവേഷൻ ടാഗ്, അതേപോലെ തന്നെ മാർക്ക്ഡ് ടാഗ്. ഇത് രണ്ടും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അബ്രവേഷൻ ടാഗിനെ കുറിച്ചാണ്. ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ ചേർത്തിട്ടുണ്ട്. അതായത് ഒരു P എന്ന ടാഗിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കംപ്ലീറ്റ് മലയാളം HTML എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ അബ്രവേഷൻ ടാഗ് ഇവിടെ ചേർത്ത് കൊടുത്തു. അതായത് അബ്രവേഷൻ ടാഗിന് വരുന്നത് ABBR എന്ന ടാഗാണ്. അതിനുശേഷം നമ്മളിവിടെ ടൈറ്റിൽ എന്നൊരു ഭാഗം ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്തു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഇതെന്താണെന്ന് നമുക്കിത് റണ്ണ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ടാഗ് ടൈപ്പ് ചെയ്തു, അബ്രവേഷൻ ടാഗ് ഉൾപ്പെടുത്തിയിട്ട്. ഇനി ഞാനിത് നമ്മളെ വെബ് പേജിലേക്ക് ഇത് സേവ് ചെയ്യുകയാണ്. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞാൻ ABBR.html എന്ന പേരിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതെങ്ങനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വർക്ക് സെഷൻ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിൽ ഫയൽ ഞാൻ റണ്ണ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കാണിച്ചു തരും. ഇനി ഈ HTML എന്ന ഭാഗത്തിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയിപ്പോൾ നമുക്കൊരു പോപ്പപ്പ് മെസ്സേജ് ചെറുതായി കാണിച്ചു തരും. എന്തെന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതായത് നമുക്ക് ഇവിടെ ഒരു വെബ് പേജിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നമുക്ക് എടുത്ത് ചേർത്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അബ്രവേഷൻ ടാഗ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ HTML നിന്ന് നമുക്ക് മുഴുവനായിട്ടും ചിലപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രത്യേകം ടാഗിൻ്റെ ഉള്ളിലായിട്ട് ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ചെറിയൊരു ടൂൾ ടിപ്പ് അല്ലെങ്കിൽ ചെറിയൊരു പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് നമ്മൾ ഈ അബ്രവേഷൻ ടാഗിൻ്റെ ഉള്ളിൽ എന്താണോ ചേർത്ത് കൊടുത്തത് അത് നമുക്ക് ഇവിടെ കാണിച്ചു തരും. അതായത് എന്തെങ്കിലും ഒരു ടെക്സ്റ്റിന്റെ മീനിങ് അതല്ലെങ്കിൽ മറ്റു റെഫറൻസുകളൊക്കെ നമുക്ക് വെബ് പേജിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ടാഗ് വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ, ഈ ടാഗ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് അബ്രവേഷൻ എന്ന് ചേർത്ത് ABBR എന്ന ടാഗ് ചേർത്ത് ടൈറ്റിൽ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് മെസ്സേജ് ആണോ ഇതേ രൂപത്തിൽ സ്ക്രീനിൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ മൗസ് പോയിന്റർ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഈ ടാഗിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുത്ത് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് അവിടെ കാണിച്ചു തരും. അതിനുശേഷം നമ്മളിവിടെ വന്ന് HTML നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത ഭാഗം മാത്രമായിട്ടായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് HTML നിന്ന് മാത്രമേ സ്ക്രീനിൽ കാണൂ. എന്നാൽ അതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്കിത് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിതുപോലെ കാണാൻ കഴിയും. ഓക്കെ, ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടാഗിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, മാർക്ക്ഡ് ടാഗ്. HTML വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുന്ന ഒരു ടാഗാണ് മാർക്ക്ഡ്. ഇത് നമ്മൾ വേർഡ് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഡോക്യുമെന്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക ഭാഗം മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാർക്ക്ഡ് ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാർക്ക്ഡ് ടാഗ് വെച്ചിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് പാരഗ്രാഫുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഹെൽപ്പ് കീപ്പ് യുവർ ഡോക്യുമെന്റ് എന്ന ഭാഗം മാത്രം എനിക്കൊന്ന് പ്രത്യേകം കളറിൽ ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതൊന്ന് സേവ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ വന്ന് ഡോക്യുമെന്റ് ഇതൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്.
അപ്പം നമ്മൾ ആ കൊടുത്തത് ഹെൽപ്പ് കീപ്പ് യുവർ ഡോക്യുമെന്റ് എന്ന ഭാഗം മാത്രം നമുക്കൊരു പ്രത്യേകം യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൊടുക്കുന്ന ഭാഗം പ്രത്യേകം കളറിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ മാർക്ക് എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. മാർക്ക് എന്ന ടാഗ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണോ സ്ക്രീനിൽ നമുക്ക് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് ആ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മാർക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഫേസ് ടാഗിൽ ഇന്ന് നമ്മൾ 2 ടാഗിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തത് അബ്രവേഷൻ ടാഗ്, അതേപോലെ തന്നെ മാർക്ക്ഡ് ടാഗ്. ഇനിയും ഫേസ് ടാഗിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അത് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ 2 ടാഗുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടാഗുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.